ആ എന്താ ചെയ്യണ്? 6 മണിയുടെ ബസ് വരുന്നു. അതിനെ പോയില്ലേ. കൂട്ടാന് എന്താ വെച്ച്? വെണ്ടയ്ക്കപ്പുളിയാ. മീനുണ്ടോ? അച്ഛൻ വരുമ്പോഴോ? സ്വത്തുട്ടിന്റെ കുളി കഴിഞ്ഞാ? മേലെഴുകല് കഴിഞ്ഞാ? ആ അങ്ങനെ പറഞ്ഞ് നമ്മുടെ കിണറ്റത്തെ വെള്ളമൊക്കെ പോയിട്ടോ. വെള്ളമില്ല, കിണറ്റിന് വെള്ളമില്ല, പൈപ്പിന് വെള്ളമില്ല. വെള്ളം സാധനം ഇനി കുളത്തിക്കും തോട്ടിക്കൊക്കെ പോവാനാ. തോട്ടില് വെള്ളമില്ല, കുളത്തില് വെള്ളം ഉണ്ട് കേട്ടോ. ഇനി നാളെ തിരുമ്പലും കുളിയൊക്കെ കുളത്തിലാവും. അവൻ കളിക്കട്ടെ. അവൻ എന്റെ കുട്ടി കോഴിമുട്ട തിന്നണ്ടേ? കോഴിനാട്ടി വിട്ട എങ്ങനെ കോഴിമുട്ട തിന്ന? നമ്മളെന്ന് നമ്മളെന്നില്ലേ നമ്മുടെ ഒരു വൈകുന്നേരമാണ് കാണിക്കുന്നത്. വൈകുന്നേരത്തെ ഒരു വിശേഷം. ഇപ്പൊ വെള്ളമില്ല പറഞ്ഞു വെച്ചാ വീഡിയോ എടുക്കാനും ഇതിനൊന്നും തോന്നില്ല. നമ്മള് എന്തിനൊക്കെ എല്ലാ കാര്യത്തിനും വെള്ളമില്ലാണ്ട് എന്ത് കാര്യം നടക്കുക? എത്ര വെള്ളം ഉണ്ടായാലും തികയാത്ത സമയത്ത് ഇപ്പൊ വെള്ളം കൂടി ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തം ഇല്ല. ഈ കോഴികൾ കൊത്തുകൂടി നോക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് പോടാ. അയ്യോ, പട്ടക്കോഴികൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് തമ്മിൽ ഭയങ്കര മത്സരം. നോക്ക്, അതന്നെയാണതേ കൈരളിക്കോഴി. മാണ്ടടി മോണ്ടടി മോണ്ടടി. ഇത് നമ്മുടെ കൈരളിക്കോഴിയാണ് കേട്ടോ. ഇവളുടെ മുട്ട കുറച്ച് എളുപ്പുണ്ട്. ഇവളും മറ്റേതാവളും പാടെ ഭയങ്കര കൊത്തായിരിക്കും. ദിവസം കൊത്താണ്. പോലീസ് പിടിക്ക് എത്തുന്നോ? അപ്പൊ അമ്മോന് ട്യൂഷനൊക്കെ തുടങ്ങിട്ടോ. അമ്മോന് ഇന്ന് മുതൽ ട്യൂഷന് പോകാൻ തുടങ്ങി. വരില്ലാണോ? ഇല്ല വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞല്ലേ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വെള്ളമില്ലാണ്ട് വൈകുന്നേരത്ത് മേലേക്കിൽ എടുക്കില്ല. എന്റെ ചെരുപ്പ് ആരോ ഇട്ടിട്ട് പോയി. കുഞ്ഞച്ഛനാവുന്നുണ്ട്. കുഞ്ഞച്ഛനെ ഇട്ടിട്ട് പോയി. ചെരുപ്പ് കാണല്ല. നമ്മളില്ലേ എന്തായാലും നല്ല ചൂടല്ലേ. പച്ചമാങ്ങയും കൊണ്ട് വെറൈറ്റി ആയിട്ടൊരു സോഡയാണ് ഇട്ടുണ്ടാക്കണം. അടിപൊളിയാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. ചിലവർക്ക് അറിയണ്ടാവും, ചിലവർക്ക് അറിയണ്ടാവില്ല. പക്ഷെ എന്തായാലും കുടിച്ചോര് എന്തായാലും കമന്റ് ഇടണം കേട്ടോ. കുടിക്കാത്തവര് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം. നമുക്ക് മാങ്ങ പറിക്കാം കേട്ടോ. കാണുന്നുണ്ടോ മാങ്ങ? ഊട്ടി വൈകുന്നേരമായി. ഇവിടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒന്ന് എടുത്തോ സതിയേട്ടാ. 2-3 പ്രാവശ്യം കുടിക്കാനുള്ള വെള്ളമില്ല കേട്ടോ. 2-3 പ്രാവശ്യം കുടിക്കാനുള്ള വെള്ളമില്ല. അല്ല, അവിടെ പോയി കഴിഞ്ഞ് ഇപ്പൊ കുളിച്ച് അവിടെ പോയി കഴിഞ്ഞ് വന്ന് കുളിക്കാനുള്ള വെള്ളം മത്സരത്തിനോട് നാളെ തോനെ കൊണ്ടുവന്ന് വെക്കാം. ടിഷ്യൂ പിടിച്ചിട്ട് വന്നാ അവിടെ കൊണ്ടുവയ്ക്കട്ടെ കേട്ടമ്മ. 4 എണ്ണം ഉണ്ട്. 4 എണ്ണം. 4 മാങ്ങ അമ്മ പറിച്ചിട്ടുണ്ട്. മാംഗോ സുകന്യ ഇങ്ങനെ വെള്ളമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു. ഒരാളോട് ഞാൻ പറഞ്ഞേ കുളത്ത് പോയിട്ട് തിരുമ്പി കുളിച്ചപ്പോ അവള് പറയണേ ഇക്ക് വയ്യ കുളത്ത് പോയി തിരുമ്പി കുളിക്കാനേന്ന്. ഇക്കും പേടിയാ. ഇക്കും വയ്യ എന്താ വെള്ളം കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക്.
പുലർച്ചക്ക് മഴയും ഇടിയും ഒക്കെ വെട്ടിയിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ കറണ്ട് വന്നത് എപ്പോഴാണെന്നറിയോ? വൈകുന്നേരം 4:45 കറണ്ട് വന്നിരിക്കുന്നത്. ഒരു മഴ പെയ്താ മതി, നമ്മുടെ കറണ്ടൊക്കെ തീരുമാനാവും. മഴക്കാലമൊക്കെ ആകുമ്പോ നല്ല കളിയാവുന്ന തോന്നുന്നു കേട്ടോ. അതിനെന്താ സംസ്ഥാനം തിരുവനന്തപുരം നല്ല മഴ എപ്പോ ഇപ്പോഴൊക്കെ സത്യം നല്ല മഴയാണ് അവിടേക്കൊക്കെ. ന്യൂസ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. മാങ്ങ അങ്ങോട്ട് പൊളിക്കുമ്പല്ലേ വായക്കൂടെ ഇങ്ങനെ കപ്പലോടും. ഒരു പുളിയും കൂടിയോ? ആദ്യം അടിപൊളി. ഉപ്പും മുളകും പാടെ കൂട്ടിയിട്ട് കഴിക്കണം. എനിക്കിതില്ലേ ഉപ്പും മുളകും ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചോറിനുമ്പോ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. മാങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? വിഷുവിന്റെ മുമ്പ് മുതല് മുല്ല പൂക്കേണ്ടതാണ്. ഇപ്രാവശ്യം നല്ല വൈകി. കുട്ടികൾ സ്കൂൾ തുറക്കാകുമ്പോഴേക്കും കുറച്ച് ചിലപ്പോ പൂവുണ്ടാവുമായിരിക്കും. അതുകൊണ്ടങ്ങനെ അതുകൊണ്ട് എങ്ങനെയാണോ നന്നായി എന്റെ അച്ഛൻ തൊലിക്കലും ചെനച്ച വാങ്ങിയാണ് കേട്ടോ. മാങ്ങ നോത്തെ നമ്മുടെ കുട്ടിക്കുന്ന നമ്മുടെ കുട്ടിക്കുന്ന നോത്തെ എന്നാ മുട്ടി എടുത്ത മുട്ടി വലുതല്ലേ നമുക്ക് തന്ന്. യോ 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 മുട്ടി ഞാൻ ഈ വെറുതെ തൊലി ഉണ്ടോ? തൊലി ഏട്ടാ ഇന്നത്തെ ചൂട് കാണുമ്പോ ഒന്നും മഴ പെയ്യും തോന്നുന്നുണ്ട് അല്ലേ? എന്റെ തുണിയൊക്കെ നനിപ്പോ 10 ദിവസം സുഗനി എന്താ എന്റെ വർത്താനം കേൾക്കാൻ നിങ്ങൾക്ക് ബോറടിച്ചോ? ബോറടി. അവിടെ ഒരനക്കം ഉണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ ചോദിക്കുന്നു നേരത്തെ വട വേണ്ടത് വരുന്നതിന് പോണതൊക്കെ ചോദിക്കുന്നു നേരത്തെ വട നേരത്തെ വട. അമ്മ എല്ലാരും ചോദിച്ചേ മറ്റുള്ളവരെങ്ങനെയല്ല സൗണ്ടിലേക്ക് പറയുന്നോക്ക്. അങ്ങോട്ട് പുറത്ത് കളിച്ചോ? ഞാനടിക്കേ. ഓ എന്നാ ശരി. മാങ്ങ ചെത്തിയത് കാണില്ല മുട്ടിയെ. എന്താ ചെയ്യുന്നത്? പഞ്ചസാര. ഒരു കഷ്ണം ഇഞ്ചി വേണ്ടേ? അച്ചുട്ടി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് വന്നാ. തൂല് വേണം. എന്നാ മാങ്ങ കഴുകാം. ഞാൻ കഴുകിട്ടു. ഒരു കഷ്ണം ഇഞ്ചിയല്ലേ? ഇഞ്ചിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇഞ്ചി ചിരിക്കണുണ്ട് നോക്കിട്ട്. അയ്യോ ഫ്രിഡ്ജിലെച്ച നല്ലടി. കുറച്ച് വെള്ളം കൂട്ടണോ? അച്ഛമ്മ എവിടെ? അച്ഛമ്മ മേലെ കഴുകുക. മാങ്ങയുടെ ആ ജ്യൂസ് പോലത്തെ അരച്ചത് 2 ഗ്ലാസ്. ഇത് നമ്മള് എന്താ നാരങ്ങ സോഡ ഉണ്ടാക്കണ പോലെ തന്നെ അല്ല മുട്ടിയും. നാരങ്ങ സോഡേ തൈര് സോഡ ഉണ്ടാക്കില്ലേ നമ്മൾ നാളെ വീട്ടിൽ പോയപ്പോ? ഏട്ട അവള് അടിപൊളിയായിട്ട് ഉണ്ടാക്കിട്ട് ഏട്ടനാ പറഞ്ഞു കൊടുക്കണത്. അല്ല ഞാൻ പതങ്ങനെ വന്നിങ്ങനെ മറ്റത് കുടിച്ചു നോക്ക്. അച്ചമ്മക്ക് കൊടുക്ക്.
മധുരം കുറച്ചുണ്ട്. കുടിച്ചോക്ക. കുടിച്ചോക്ക്. കുഞ്ഞുണ്ണിക്ക് കൊടുക്ക്. അതതിലുണ്ടല്ലോ. അത്രയും ഉണ്ട് കേട്ടോ. കുഞ്ഞുണ്ണി എങ്ങനെയുണ്ട് മുത്തേ? അച്ഛനും ചാച്ചനുള്ളോട്ട് പണി മാറ്റിട്ട് വരുമ്പോ കൊടുക്കേണ്ടതായിരുന്നു അല്ലേ? നോക്ക് അമ്മേനെ കടിച്ചില്ലേ? അമ്മ മണ്ടില്ല. എന്തായാലും ഉണ്ടാക്കാത്തവരില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൂട്ടോ. എന്തായാലും ഇഷ്ടാവും. ഇതേപോലെ തന്നെ നമ്മൾ തൈര് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മോരൊക്കെ അല്ലേ, അത്യാവശ്യം കുറച്ച് പുളിപ്പൊക്കെ ഉള്ള മോരൊക്കെയാണ് വന്നിട്ട് സൂപ്പറാണ് വന്നത്. നമ്മള് ചായ വേനൽക്കാലല്ലേ, ചായ കുടിക്കണേന് കുടിച്ചാ നല്ലതാ. പക്ഷെ അതാവുമ്പോ കുറച്ച് ഉപ്പിട്ടാ മതി. ഈ പഞ്ചസാര ഇതിനേക്കാളും നല്ലത് എന്താ ഉപ്പും അത്ര നല്ലത് എന്നൊന്നും പറയാൻ പറ്റില്ല. തൈരൊക്കെ ഇല്ലമ്മ ദാഹം വേഗം മാറും. ദാഹം മാറാൻ നല്ലതാണ് തൈര്. ഇതേപോലെ നമ്മള് തൈരും കൊണ്ട് ഉണ്ടാക്കാട്ടോ. തൈരല്ല, മോരും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇഞ്ചി, പച്ചമുളക്, അതേപോലെ കറിവേപ്പില, നാരകത്തിന്റെ ഇല ഒക്കെപ്പാടെ ഉപ്പുംപാടെ കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെറുള്ളി ഒരു 2 ചെറിയുള്ളിയും വേണം കേട്ടോ. ചെറിയുള്ളിയുടെ ആ ഒരു ചൊയല് എന്നിട്ട് നന്നായി അടിച്ചിട്ട് എന്താ അരിമുളകാണെന്ന് ഒന്നും കൂടി നല്ലത്. ഇപ്പൊ പക്ഷെ വേനൽക്കാലായത് കൊണ്ട് അരിമുളക് അധികം കിട്ടുന്നില്ലല്ലോ. അടിച്ചിട്ട് നമ്മള് ഇതേപോലെ തൈര് ഒഴിക്കുക. അതേപോലെ തന്നെ സോഡിയം ഒഴിക്കുക. കുറച്ച് കട്ട തൈര് ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക. സോഡിയം ഒഴിക്കുക. പൊന്തി ഇങ്ങനെ വരും. അതായത് തണുപ്പുള്ളതാണെങ്കിൽ നല്ല പൊന്തി. അതേപോലെ നമ്മള് അവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഏട്ടന്റെ രണ്ടാമത്തെ മകൻ ഓരോ തരത്തിലും ജ്യൂസ് ഉണ്ടാക്കി തരും. അവര് പറഞ്ഞ ഭയങ്കര ഇഷ്ടമായി. എന്താ നാളെ ചാമ്പക്ക ഉണ്ടാക്കാൻ അറിയാതെ. ഉച്ച നേരത്തല്ലേ നല്ല ദാഹം ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്ക് ഉണ്ടായി കഴിയേണ്ട സമയമായി. വിഷുവായപ്പോഴേക്ക് അറിയണ്ടാവുന്നു. ഒട്ടുണ്ടാവണേ. ഇനി എവിടേക്കാ കൊണ്ടുപോകണം? ഇങ്ങോട്ട് കൊണ്ടോ. എല്ലാവരും കുടിച്ചു. ആ പാത്രം ഒന്നും എടുത്തു വെച്ചില്ല. എന്റെ കുട്ടിക്കെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ട്. എവിടേക്കാ കൊണ്ടുപോണേ? കൊണ്ട് കഴിച്ചോ? അയ്യോ കൊണ്ട് കഴുകിയൊക്കെ പൈപ്പിൻ ചോട്ടിലേ കൊട്ടി കളയാണല്ലേ. അതാ വേണ്ട, മൂവട്ടം തിരിക്കണ്ട. വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.